ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിലബസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സീഡ് ജെർമിനേഷൻ തന്നെ ചാപ്റ്ററിലുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് പെസ്റ്റ് കൺട്രോൾ, കീട നിയന്ത്രണം എന്ന് പറയും. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ കീടം, പെസ്റ്റ് കൺട്രോൾ കീട നിയന്ത്രണം. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് പെസ്റ്റ്? പെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഓർഗാനിസംസ് ദാറ്റ് കോസ് ഹാം ഓർ ഡാമേജ് ടു ക്രോപ്സ് ഓർ ഫുഡ് സപ്ലൈസ്. ഫുഡ് സപ്ലൈസിനോ ക്രോപ്സിനോ ഡാമേജ് വരുത്തുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പെസ്റ്റ് എന്ന് പറയാം. ഇനി എന്തൊക്കെ തരത്തിലുണ്ട് പെസ്റ്റ്? പെസ്റ്റിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺലി ഫൗണ്ട് ആയിട്ടുള്ള പെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസെക്ട് പെസ്റ്റ് ആവാം, റോഡൻ പെസ്റ്റ് ആവാം, വീഡ്സ് ആകാം, മൈക്രോബിയൽ ആയിട്ടുള്ള പെസ്റ്റ് ആവാം, നെമറ്റോഡ് പെസ്റ്റ് ആവാം, സ്നെയിൽസ് ആൻഡ് സ്ലഗ്സ്. ഇതാണ് മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെയാണ് ഇൻസെക്ട് പെസ്റ്റ്. അതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പെസ്റ്റ് എന്ന് പറയുന്നത്. ആഫിഡ്സ് വരാം, അതായത് മുഞ്ഞ എന്നൊക്കെ പറയും, വൈഫ്ലൈസ്, വെള്ളീച്ച, ആൻഡ് ബീറ്റിൽസ്, വണ്ട് എന്നൊക്കെ പറയുന്ന വിഭാഗം. അപ്പൊ ഇവരൊക്കെയാണ് ഇൻസെക്ട് ബീസ്റ്റിൽ അല്ലെങ്കിൽ ഇൻസെക്ട് പെസ്റ്റിൽ വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റോഡൻ പെസ്റ്റ്, അതായത് എലി, പെരിച്ചാഴി എന്നൊക്കെ പറയില്ലേ. അപ്പോ തൊരപ്പൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടില് തൊരപ്പൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ വരുന്നത് തൊരപ്പനും പെരിച്ചാഴി, എലി, ഇതൊക്കെ വരുന്ന ഭാഗങ്ങളാണ് റോഡന്റ് പെസ്റ്റിൽ വരാം. പിന്നെ വീട് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളകൾ എന്ന് പറയാം. ഇനി മൈക്രോബിയൽ പെസ്റ്റ്, മൈക്രോബ്സ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ഏതൊക്കെ വരും? ആ ഫംഗസ് വരും, വൈറസ് വരും, ബാക്ടീരിയ വരും. ഇങ്ങനത്തെ പെസ്റ്റും എന്ത് ഒരു ക്രോപ്പിനെ എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ നെമറ്റോഡ് ആയിരുന്നു. നെമറ്റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വേംസ് ആണ് അതിൽ വരാം. ചെറിയ ചെറിയ പുഴുക്കൾ നമ്മൾ ഇലകളിൽ കാണാറില്ലേ, അതാണ് നെമറ്റോഡ് അല്ലെങ്കിൽ നെമറ്റോഡ് പെസ്റ്റ് എന്ന് പറയുന്നത് ഈ വേംസ് ആണ്. പിന്നെന്താ? സ്നെയിൽസ് ആൻഡ് സ്ലഗ്സ്. സ്നെയിലുകളുണ്ട്, സ്ലഗ്സ്, ഒച്ച എന്ന് പറയും. അപ്പൊ ഒച്ച വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇതിൽ വരാം. അപ്പൊ ഇത്രയുമാണ് കോമൺ ആയിട്ട് ഒരു ക്രോപ്പില് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ കാണുന്ന ടൈപ്പ് ഓഫ് പെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് പറയാം. ഇൻസെക്ട് പെസ്റ്റ് ഉണ്ട്, റോഡന്റ് പെസ്റ്റ് ഉണ്ട്, വീഡ്സ് ഉണ്ട്, മൈക്രോബിയൽ പെസ്റ്റ്, നെമറ്റോഡ് പെസ്റ്റ്, ആൻഡ് ഫൈനലി സ്നെയിൽസ് ആൻഡ് സ്ലഗ്സ്. ഓക്കെ. ഇനി എന്താണ് ഈ പെസ്റ്റ് ഒരു പ്ലാന്റിനെ, ഒരു ക്രോപ്പിനെ അഫക്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്? അപ്പൊ കോമൺലി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻസെക്ട് ഒക്കെ ആണെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റില് കട്ട് ഉണ്ടാക്കിയിട്ട് ആ കട്ടിന്റെ ഉള്ളിൽ കൂടെ ഇവര് നുഴഞ്ഞു കയറും, ബോർ ചെയ്ത് ഉള്ളിലേക്ക് കയറിയിട്ട് അതിന്റെ സെൽസ് ആപ്പ് വലിച്ചൂറ്റി അവര് ഭക്ഷിക്കും. ഇതാണ് അവര് ചെയ്യുന്നത്. Pests cut and bore into root, stem and leaves of the plant and suck the cell sap from the plant. പ്ലാന്റിൽ നിന്ന് സെൽ സാപ്പ് സക്ക് ചെയ്തെടുക്കും. പിന്നെന്താ? ഇനി വീഡ്സ് ആണെങ്കിൽ അവരെന്താ ചെയ്യാ? വീഡ്സ് മെയിൻ ആയിട്ട് ചെയ്യുന്നു ആ ഒരു ക്രോപ്പായിട്ട് ഒരു കോമ്പറ്റീഷൻ ആണ്, അല്ലെ? ഒരു കോമ്പറ്റീഷൻ ആണ് അവിടെ. ഒരു എന്താ, ഷെൽട്ടറിന് വേണ്ടിയിട്ട്, പിന്നെന്താ, സ്പേസിനും ഷെൽട്ടറിനും ഫുഡിനും വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോ വീട് എന്ന് പറയുന്നത് സ്പേസിനും ലൈറ്റിനും പിന്നെന്താ ഫുഡിനും വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നു. ആൻഡ് വീട് ഈ ക്രോപ്പിന് കൊടുക്കുന്ന ന്യൂട്രിയൻസ് ആയാലും ശരി, വെള്ളം ആയാലും ശരി, അത് ഒരു സൈഡിൽ കൂടെ അവർ വലിച്ചെടുത്തിട്ട് അവരാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വീഡ്സ് കൊണ്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത്. പിന്നെ മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ ഇവര് ഈ ക്രോപ്പില് പലവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബാക്ടീരിയ പല രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ വൈറസ്, ഫംഗസ്, ഇതെല്ലാനും പല പല രോഗങ്ങൾ ഈ ക്രോപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഡിസീസ് കോസിംഗ് ആണ് എന്താ ഈ മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ട് പെസ്റ്റ് കോസ് ചെയ്യുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇവരെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് ഇരിക്കുന്നത്. കാരണം ഒരു ക്രോപ്പ് നമ്മൾ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരാനായിട്ടുള്ള ഫെർട്ടിലൈസർ, വളം, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, വെള്ളം, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കീടനിയന്ത്രണവും എഫക്റ്റീവായിട്ട് ചെയ്താൽ മാത്രമാണ് ആ ഒരു ക്രോപ്പ് നന്നായിട്ട് വളർന്ന് നല്ലൊരു ഈൽഡ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുള്ളൂ. അപ്പോ ഈ ഫെർട്ടിലൈസറിന്റെ ഒപ്പം തന്നെ നമുക്ക് കൊടുക്കേണ്ടതാണ് എന്ത്? നമ്മൾ
എന്തും ചെയ്യണം, വീഡ്സിനെയും അതേപോലെ പെസ്റ്റിനെയും കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി പെസ്റ്റ് കൺട്രോള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ കീട നിയന്ത്രണം. പെസ്റ്റ് കൺട്രോൾ ഇസ് ദ റെഗുലേഷൻ ഓർ മാനേജ്മെന്റ് ഓഫ് പെസ്റ്റ് ദാറ്റ് ആർ ഡിട്രിമെന്റൽ ടു പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റിന് അത്രയും ഡിട്രിമെന്റൽ ആയിട്ടുള്ള ഈ ഒരു പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു. അതെങ്ങനെ കൺട്രോൾ ചെയ്യാം? ഒന്നില്ലെങ്കിൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ തടയാം, പിന്നെ അതിന്റെ ആ ഒരു എന്താ പറയാ, മൾട്ടിപ്ലിക്കേഷൻ തടഞ്ഞിട്ട് നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ലിമിറ്റഡ് ആയിട്ട് നിർത്താനായിട്ട് ഈ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് വഴി നമുക്ക് സാധിക്കും. മേജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ടൈപ്പിലുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. ആദ്യത്തെയാണ് ഫിസിക്കൽ കൺട്രോൾ, രണ്ടാമത്തെയാണ് കെമിക്കൽ കൺട്രോൾ, മൂന്നാമത്തെ ബയോളജിക്കൽ കൺട്രോൾ. പേരിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് നമുക്ക് പിടികിട്ടും. ഫിസിക്കൽ കൺട്രോൾ, കെമിക്കൽ കൺട്രോൾ ആൻഡ് ബയോളജിക്കൽ കൺട്രോൾ. കണ്ടോ, ഫിസിക്കൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ പിക്ചറിൽ തന്നെയുണ്ട്. നമ്മൾ ഫിസിക്കലായിട്ട് അതിനെ പ്ലക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അതിനെ എടുത്തു മാറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു പ്ലാന്റിന്റെ അകത്തേക്ക് എത്താതിരിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അതിനകത്ത് ചെയ്യും. പിന്നെ കെമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുക, കെമിക്കലി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ ബയോളജിക്കൽ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തടുത്ത സ്ലൈഡുകളിൽ നമുക്ക് പറയും. അപ്പോൾ ആദ്യത്തെയാണ് ഫിസിക്കൽ പെസ്റ്റ് കൺട്രോൾ. മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളും എന്നും കൂടെ പറയാറുണ്ട് ഈ ഫിസിക്കൽ പെസ്റ്റ് കൺട്രോളിനെ. മെത്തേഡ്സ് ദാറ്റ് ഫിസിക്കലി കീപ് ദ ഇൻസെക്ട് പെസ്റ്റ് റീച്ചിങ് ദെയർ ഹോസ്റ്റ് ഓർ പ്ലാന്റ്സ്. അപ്പൊ പ്ലാന്റ്സിലേക്ക് എത്താതെ ഈ ഒരു ഇൻസെക്റ്റിനെ എന്ത് ചെയ്യാം, ഒന്ന് പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ അതിനെ ഒന്ന് ബാരിയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പെസ്റ്റ് ആ പ്ലാന്റിലേക്ക് എത്താതെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പൊ അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാം? ട്രാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഫിറമോൺ കെണി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ആദ്യത്തെ പിക്ചറിൽ കാണിക്കുന്ന ആ ഒരു ട്രാപ്പാണ് ഫിറമോൺ കെണി എന്ന് പറയുന്നത്. യൂസിങ് ട്രാപ്പ് ടു ക്യാപ്ചർ ആൻഡ് റിമൂവ് പെസ്റ്റ്, അതായത് ആകർഷിച്ചിട്ട് ഈ ഒരു ട്രാപ്പിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഈ ഒരു ട്രാപ്പിന്റെ അകത്തേക്ക് ഇതിങ്ങനെ ഈ ഇൻസെക്റ്റിനെയൊക്കെ ആകർഷിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അപ്പോൾ ബാക്കിയുള്ള അവിടെ വളരുന്ന ബാക്കിയുള്ള ക്രോപ്പ് എന്ന് പറയുന്നത് നടുവ്. അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാരിയേഴ്സ്, അതായത് നെറ്റ് പോലെയുള്ള ബാരിയേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഫിസിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങാൻ ഈ ഒരു പെസ്റ്റ് ഈ ഒരു പ്ലാന്റിനെ അറ്റാക്ക് ചെയ്താലോ, എന്താ ചെയ്യാ പിന്നെ നമ്മൾ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൈ കൊണ്ട് എടുത്തു മാറ്റാം. അപ്പോ പുഴു അല്ലെങ്കിൽ ഒരു വേമിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ലീഫിൽ, ഏത് ലീഫിലാണോ വന്നത് ആ ഒരു ലീഫ് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ ചെറിയ ചെറിയ വണ്ടുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നതും ഒരു എന്താണ്, ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബയോളജിക്കൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ കോമൺലി ഇപ്പൊ യൂസ് ചെയ്യുന്നത് ബയോളജിക്കൽ കൺട്രോൾ ആണ്. നമുക്ക് കുറച്ചും കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡാണ് ഈ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ പ്രാക്ടീസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് വൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് നാച്ചുറൽ എനിമീസ് ടു കൺട്രോൾ ദ പെസ്റ്റ്. അതായത് ഈ ഒരു പെസ്റ്റിന് നാച്ചുറൽ ആയിട്ടൊരു എനിമി ഉണ്ടാവില്ലേ, അതായത് ഒരു സ്പൈഡറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓർഗാനിസം ഇതിനെ തിന്നുന്ന, ഇതിനെ പ്രിഡേറ്റർ ആയിട്ട് അല്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ട്, അതിൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഓർഗാനിസംസ് ഉണ്ടാവില്ലേ, ഇവരെ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ മിത്രകീടങ്ങൾ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ നാച്ചുറൽ എനിമീസിനെ വെച്ചിട്ട് നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു, പെസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുന്നു, അല്ലെങ്കിൽ അതിനെ കൊല്ലുന്നു. ഈ ഒരു രീതിയാണ് നമ്മൾ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് നാച്ചുറൽ എനിമീസ് അല്ലെങ്കിൽ മിത്രകീടങ്ങൾ ഒക്കെയാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് പറയുമ്പോൾ ട്രൈക്കോഗ്രാമ, ബിഗ് ഗൈഡ് ബഗ്, താഴെ കാണുന്ന ആ ഒരു കറുപ്പ് കളറുള്ള ബിഗ് ഗൈഡ് ബഗ്. പിന്നെന്താ, ലേഡി ബെഡ് ബീറ്റിൽ. ഈ ലേഡി ബെഡ് ബീറ്റിൽ വളരെ കോമൺ ആണ്, ബാക്കിയുള്ള ഒന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഈ ലേഡി ബെഡ് ബീറ്റിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ ഇത് എന്താ അടക്കാമരത്തിൽ കാണുമ്പോൾ ഇത് ഞങ്ങള്
ഇതിനെ ഓട്ടോറിക്ഷ എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓട്ടോറിക്ഷ അല്ല, ഓട്ടോറിക്ഷ. എന്താ അങ്ങനെ പറയണേന്ന് അറിയില്ല, പക്ഷെ അത് കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് എന്താ ടൈഗർ ബീറ്റ്. ഒരു ടൈഗറിന്റെ ഒക്കെ ചെറിയൊരു സ്ട്രാപ്പും ചെറിയൊരു മാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ബീറ്റിലാണ് ടൈഗർ ബീറ്റിൽ. പിന്നെന്താ ഫ്രൂട്ട് ഫ്ലൈ, പഴയിച്ച എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ് മിത്രകീടങ്ങളാണ്, ഫ്രണ്ട്ലി ഇൻസെക്ട്സ്. അപ്പൊ ഇതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പെസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, ബാസില്ലസ് തുറഞ്ചിയൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയനെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ബാസില്ലസ് തുറഞ്ചിയൻസിസ്, ബി ടി. നമ്മൾ കേട്ടിട്ടുണ്ടാവും ബി ടി കോട്ടൺ, ബി ടി ബ്രിഞ്ചാൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബാസില്ലസ് തുറഞ്ചിയൻസിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഈ ഒരു ബാക്ടീരിയ ബി ടി ടോക്സിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ടോക്സിൻ ഇൻസെക്റ്റിനെ ഹാർംഫുൾ ആണ്. അപ്പോ ഈ ഒരു ബാക്ടീരിയത്തിനെ എങ്ങാനും ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസെക്റ്റ് ചത്തുപോകും. കാരണം എന്താ, ഇതിന്റെ കട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ആമാശയത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ബി ടി ടോക്സിൻ ഈ ബാക്ടീരിയ ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു ഇൻസെക്റ്റിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബി ടി അല്ലെങ്കിൽ ബാസിലസ് തുറാഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗാനിസത്തിനെ നമ്മളൊരു പ്ലാന്റിൽ, ഒരു ക്രോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്ത് പറ്റും, ഇൻസെക്ട് റെസിസ്റ്റന്റ് ആകും ആ ഒരു പ്ലാന്റ്. അതായത് ഇൻസെക്ട് എങ്ങാനും വന്ന് അതിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസെക്ട് ചാവും. അപ്പോൾ അതാണ് അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ദേ പ്രൊഡ്യൂസ് ബി ടി ടോക്സിൻ ദാറ്റ് കിൽ ദ ഇൻസെക്ട്. ദീസ് ഓർഗാനിസംസ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുന്ന ഫുഡാണ്, അല്ലെങ്കിൽ ക്രോപ്പിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്നൊക്കെ പറയാറുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകളാണ് ഈ ബി ടി കോട്ടൺ, ബി ടി ബ്രിഞ്ചാൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് കൂടെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ പെസ്റ്റ് കൺട്രോൾ. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽ പെസ്റ്റിസൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സോറി. ഓക്കെ, ആദ്യത്തെയാണ് ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇൻസെക്ടിസൈഡ്സ് ആണ്. അപ്പോൾ വീഡ്സിനെ ആണെങ്കിലോ ഹെർബിസൈഡ്സ് എന്ന് പറയും. ഇനി ഫംഗസ് ആണെങ്കിൽ ഫംഗിസൈഡ്സ് എന്ന് പറയും. റോഡൻസ് ആണെങ്കിൽ എന്താണ്, റോഡന്റിസൈഡ്സ് എന്ന് പറയും. പിന്നെ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിസൈഡ്സ് എന്നും പറയും. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ്. അപ്പൊ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. കെമിക്കൽ പെസ്റ്റ് കൺട്രോള് ബയോളജിക്കൽ ആണ്, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറ്. അപ്പൊ കെമിക്കൽ പെസ്റ്റ് കൺട്രോളില് എന്ന് പറയുന്നത്, ഒരു കെമിക്കലി നമ്മൾ ഒരു കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ഇൻസെക്റ്റിനെ കൊല്ലുകയോ അല്ലെങ്കിൽ അതിന്റെ അറ്റാക്ഷനെ തടയുകയോ ചെയ്യും. ദീസ് ക്യാൻ ബി ഡയറക്ട്ലി സ്പ്രേഡ് ടു ക്രോപ്പ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കണ്ടോ പിക്ചറിൽ കാണുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണില് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്കതിനെ ആ ഒരു ഇൻസെക്റ്റിനെ കില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കെമിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, സംയോജിത കീട നിയന്ത്രണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് വിച്ച് പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ് ടു ലിമിറ്റ് ദെയർ നമ്പർ വിത്തൗട്ട് ദ ലോസ് ഓഫ് ദ ക്രോപ്പ്. നമ്മുടെ ക്രോപ്പിന് നഷ്ടം വരാതെ ഈ ഒരു പെസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷനെ തടഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് പ്രോസസ് ആണ് ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. നമ്മുടെ ക്രോപ്പിനൊന്നും പറ്റരുത്, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ഈ ഒരു പെസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, ലിമിറ്റഡ് ഇൻ നമ്പർ ആക്കുന്നു. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ഇത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ് ഒഴിവാക്കാനും കൂടുതലായിട്ട് ബയോളജിക്കൽ മെത്തേഡുകൾ, നാച്ചുറൽ എനിമീസിനെ വെച്ചിട്ടുള്ള മെത്തേഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം കെമിക്കൽ പെസ്റ്റിസൈഡ് നമുക്ക് അത്ര നല്ലതല്ല, നമുക്കും നല്ലതല്ല, എൻവയോൺമെന്റിനും നല്ലതല്ല. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളത് നിർത്തിയിട്ട് ബയോളജിക്കൽ കൺട്രോള് അല്ലെങ്കിൽ നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ ബയോ പെസ്റ്റിസൈഡ്? ബയോ പെസ്റ്റിസൈഡ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിനോ, അതായത് പ്ലാന്റ്, അനിമല്,
പ്ലാന്റ്, ബാക്ടീരിയ, ഫംഗൈ ഇവയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സിനെ നമ്മൾ എന്ത് പറയും? ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയും. ഇതാണ് നമ്മൾ IPM ഉപയോഗിക്കുന്ന മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്ന മെയിൻ കമ്പോണന്റ്. സോറി, ഇത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അതോടൊപ്പം തന്നെ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്ന ദോഷങ്ങളൊന്നും തന്നെ എന്തുണ്ടാക്കുന്നില്ല? ഒരു ബയോ പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും പുകയില കഷായം, അതായത് ടുബാക്കോ ലീഫ് ഡെക്കോഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താണ്? വേപ്പിംഗ് കുരു പിണ്ണാക്ക്, അതായത് നീം കേക്ക്. പിന്നെ നീം ഓയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. നീം ഓയിൽ വിത്ത് ഗാർലിക്, നീം ഓയിൽ ഗാർലിക് എമൾഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പെസ്റ്റ് കൺട്രോളിൽ പഠിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇൻസെക്ട് പെസ്റ്റ്, റോഡന്റ് പെസ്റ്റ്, വീഡ്സ്, മൈക്രോബിയൽ പെസ്റ്റ്, നെമറ്റോഡ് പെസ്റ്റ്, പിന്നെ സ്നെയിൽസ് ആൻഡ് സ്ലഗ്സ്. ഇതാണ് കോമൺ ആയിട്ട് നമ്മുടെ ക്രോപ്പിൽ കണ്ടുവരുന്ന പെസ്റ്റ് എന്ന് പറയുന്നത്. ഇതില് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് കട്ട് ചെയ്ത് ആ ഒരു പ്ലാന്റിന്റെ അകത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് സെൽസാപ്പ് വലിച്ചെടുത്ത് ആ ഒരു പ്ലാന്റിനെ നശിപ്പിക്കുന്നു, ഡാമേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡ്സ് ആണെങ്കിൽ അവര് സ്പേസിന് വേണ്ടിയിട്ടും ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോപ്പായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു. പിന്നെന്താ? ഇപ്പൊ മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ അവര് ഡിസീസ് കോസിങ് ആണ്. പലവിധ രോഗങ്ങൾ ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഉണ്ടാക്കുന്നുണ്ട്. ഇനി പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ മെത്തേഡും ബയോളജിക്കൽ മെത്തേഡും ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ബാരിയർ വെച്ചിട്ട്, ഒരു ട്രാപ്പ് വെച്ചിട്ട്, ഒരു ബാരിയർ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് നമുക്ക് ഫിസിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ നാച്ചുറൽ എനിമീസ്, ഈ ഒരു പെസ്റ്റിന്റെ നാച്ചുറൽ എനിമീസിനെ വെച്ചിട്ട് പെസ്റ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊന്നാണ് ബാസിലസ് തുറഞ്ചിയൻസിന്റെ തുറഞ്ചിയൻസിസ് വെച്ചിട്ടുള്ള ഒരു പെസ്റ്റ് കൺട്രോൾ. ഈ ബാസിലസ് തുറഞ്ചിയൻസ് BT ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഇൻസെക്റ്റിനെ കില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുന്ന ക്രോപ്പിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി കെമിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കെമിക്കലി യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, ഇത് വളരെ ഹാംഫുൾ ആണ്. എന്തിന്? നമുക്കും ഹാംഫുൾ ആണ്. ഇത് കഴിക്കുന്ന അല്ലെങ്കിൽ ഇതിലൂടെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്ന നമുക്കും ഹാംഫുൾ ആണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റിനും ഹാംഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക? ബയോ പെസ്റ്റിസൈഡ്സ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലുള്ള നാച്ചുറൽ എനിമീസ്, മിത്രകീടങ്ങളെ യൂസ് ചെയ്തിട്ടുള്ള ബയോളജിക്കൽ കൺട്രോൾ ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. എല്ലാവർക്കും ഇപ്പോ കൃഷിക്കാർക്കായാലും ശരി, അവർക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കെമിക്കൽ പെസ്റ്റ് കൺട്രോൾ ആണ്. പക്ഷെ അത് എന്താണ്? എൻവയോൺമെന്റലും ദോഷമാണ്, നമുക്കും ദോഷമാണ്. അതുകൊണ്ടാണ് പച്ചക്കറിയൊക്കെ നമ്മളിപ്പോ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കാം. ഇപ്പൊ പണ്ടൊക്കെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ ഡോക്ടർ ആദ്യം പറയാൻ പോകുന്നത്, ഒരു പനി വന്നാലോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വന്നാലോ ഫ്രൂട്ട്സ് അധികം കഴിക്കുക, വെജിറ്റബിൾസ് അധികം കൂടുതൽ ഉൾപ്പെടുത്തുക എന്ന് പറയും. പക്ഷെ ഇന്നത്തെ ഡോക്ടർമാര് അതങ്ങനെ പറയില്ല. കാരണം എന്താ? ഇന്ന് നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ, പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, എല്ലാനും ഇതേപോലെ ഒരുപാട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അടിച്ചുകൊണ്ട് വരുന്നതാണ്. നമുക്കിപ്പോ വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ടൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, വിശ്വസിച്ച് കഴിക്കാം. അതുപോലെയല്ല നമുക്ക് പുറത്തുനിന്ന് ഇതേപോലെ വെജിറ്റബിൾസ് ആയാലും ശരി, എന്തായാലും ഇപ്പോ എല്ലാത്തിലും മായമുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാം വിശ്വസിച്ച് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല. കൂടുതൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച്, ഇതിൽ എന്തുണ്ടാകും, വൈറ്റമിൻ A മുതൽ Z വരെ ഉണ്ടാകും എന്ന് പറയില്ലേ, അതേപോലെ ഇതിൽ വൈറ്റമിൻ A ഉണ്ടാവും, വൈറ്റമിൻ C ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഇന്നൊരു സിട്രസ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ C ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉറപ്പിച്ച് കഴിക്കാൻ പറ്റുമോ? വൈറ്റമിൻ C കിട്ടും, അതിന്റെ ഒപ്പം തന്നെ വേറെ അസുഖങ്ങളും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എടുത്തത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.